ഉപയോഗിച്ചതിന് ശേഷം വളരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പേര് MKS പിള്ള, ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്ക്, ഒളമറ്റം വില്ലേജ്. ഇവിടെ 40 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൽ ഞാൻ 4 വർഷമായിട്ട് 10 തെങ്ങ് വെച്ചിട്ടുണ്ട്, 5 പ്ലാവ് വെച്ചിട്ടുണ്ട്, കുരുമുളക് ചെടി 6 ചെടി മരത്തിൽ കുരുമുളക് വെച്ചിട്ടുണ്ട്, പിന്നെ 5 പേര തൈ വെച്ചിട്ടുണ്ട്, 4 ജാതി വെച്ചിട്ടുണ്ട്. എല്ലാം നോക്കി നടത്തുന്നതാണ്. തെങ്ങിന് ഈ വണ്ടിൻ്റെ ശല്യം വന്നതുകൊണ്ട് വാട്സപ്പിൽ കണ്ടതനുസരിച്ച് APKS ഓർഗാനിക് എന്ന കമ്പനിയുടെ കൊക്കോമാക്സ് എന്ന മരുന്ന് 100 മില്ലി എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ ചുവട് നനച്ചതിന് ശേഷം, മണ്ണിളക്കി നനച്ചതിന് ശേഷം ചുറ്റും ഒഴിച്ചു കൊടുത്തു. അങ്ങനെ 2 പ്രാവശ്യം ഒഴിച്ചതിന് ശേഷം തെങ്ങിന് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. മൂന്നാമത് നാളെ ഒഴിക്കാൻ പോവുകയാണ്. 100 മില്ലി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തെങ്ങിൻ്റെ ഓലകൾക്കെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ചെള്ളിൻ്റെ ശല്യം കുറഞ്ഞ് ഒരു 80% കുറഞ്ഞിട്ടുണ്ട്. 20% ഇപ്പോഴും ആക്രമണമുണ്ട്. അത് കയറിയെടുത്ത് അതിനെ കൊന്നു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6 മാസമായി. 6 മാസം കൊണ്ട് അതിൻ്റെ പ്രോഗ്രസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, തെങ്ങിൻ്റെ ഓലകളെല്ലാം വണ്ട് കടിച്ച് കളഞ്ഞ് മുറിഞ്ഞായിരുന്നു തരുന്നത്. അതിപ്പോൾ നന്നായി 3 നില നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം 80% നന്നായി കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനിയും ആ മരുന്ന് ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 2 ഡോസ് കൊടുത്തതിന് വളരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 3ാമത്തെ ഡോസ് കൊടുക്കാൻ പോവുകയാണ്. 4 വർഷമായി ഈ തെങ്ങിനെല്ലാം വണ്ട് തുളയ്ക്കുന്നത്. എല്ലാ മാസവും വണ്ട് തുളച്ച് തെങ്ങ് മേലോട്ട് പൊങ്ങി വരുന്നേ ഇല്ല. അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഇതെല്ലാം കൃഷി വേണ്ടാന്ന് വയ്ക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഈ മരുന്നിനെ പറ്റി കണ്ടത്. APKS ഓർഗാനിക്കിൻ്റെ കൊക്കോമാക്സ് ഉപയോഗിച്ചതിന് ശേഷം വളരെ വ്യത്യാസം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. തെങ്ങിന് വളരെ ഗുണമുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ പറയുന്നു. ഞങ്ങളുടെ ഇവിടെ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്ന പരിപാടി സ്ഥിരമില്ല. നനച്ചു കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നാവുമെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ 4 മാസം ഭയങ്കര ചൂടാണ്. ആ ചൂട് കാലത്ത് തെങ്ങിന് വെള്ളം കൊടുക്കാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു കരുത്ത് കുറവുണ്ടാവും. അപ്പോൾ ഈ കൊല്ലം മുതൽ കുറച്ച് വെള്ളം കൊടുക്കാമെന്നുള്ളതാണ്. ഈ മരുന്ന് ഒഴിച്ചതിന് ശേഷം വെള്ളം കൊടുത്തു നോക്കാം. അപ്പോൾ വേനൽക്കാലത്ത് എന്താണ് അതിൻ്റെ മെച്ചമുള്ളതെന്നുള്ളത് അറിയാൻ പറ്റും എന്ന് വിചാരിച്ചാണ് നാളെ 3ാമത്തെ ട്രിപ്പ് മരുന്ന് കൊടുക്കാൻ പോകുന്നത്.